രണ്ടാമത്തെ ഹദീത്ത് അബൂ സഈദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്താണ്. ഇതുപോലെ ഒരു പ്രയാസത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ കാണാൻ ചെല്ലുകയാണ്. പക്ഷേ ആ സമയത്ത് അവിടെ അത്ഭുതകരമായ ഒരു സംഭവം കാണും. ഒരു ദിവസം രാവിലെ അലി റളിയല്ലാഹു തആല അൻഹു അസ്ബഹ അലിയുൻ ദാത്ത യൗമിൻ, ഒരു ദിവസം രാവിലെ അലി റളിയല്ലാഹു തആല അൻഹു ഹബീബായ തങ്ങളുടെ മോളുടെ അടുത്തേക്ക് വരുന്നു. എങ്ങോ പോയതായിരുന്നു, 2 ദിവസമായി. രാവിലെ വന്ന സമയത്ത് പറഞ്ഞു, ഫാത്തിമ, യാ ഫാത്തിമ, ഹൽ ഇൻദകി ശൈഉൻ തുഗദ്ദീനി, ഹൽ ഇൻദകി ശൈഉൻ തുഗദ്ദീനി, അങ്ങയുടെ കൂടെ പ്രഭാത ഭക്ഷണമായി രാവിലെ എന്തെങ്കിലും നൽകാനുണ്ട്, ഭക്ഷണമായി ബ്രേക്ക്ഫാസ്റ്റ് വല്ലതും ഉണ്ടോ? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ലാ, ഇല്ല, ഒന്നുമില്ല. വല്ലദീ അക്രമ അബീ ബിന്നുബുവത്തി മാ ഇൻദി ശൈഉൻ ഉഗദ്ദീകഹു, എൻ്റെ കൂടെ അള്ളാഹുവിൻ ആണ് സത്യം, എൻ്റെ ഉപ്പാക്ക് പരിശുദ്ധമായ നുബുവത്ത് നൽകിയ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെയാണ് സത്യം. എൻ്റെ ഉപ്പാനെ പരിശുദ്ധമായ നുബുവത്ത് കൊണ്ട് അനുഗ്രഹിച്ച അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെയാണ് സത്യം. എൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നൽകാനില്ല ഭക്ഷണമായിട്ട്, അതിരാവിലെ ഈ സമയത്ത് ഭക്ഷണമായി. വലാ കാന ലനാ ബഅദക ശൈഉൻ മുൻദു യൗമൈനി തുഅമത്തുൻ ഇല്ലാ ശൈഉൻ ഊസിറുക ബിഹി അലാ ബത്നി വഅല ബിനിയ ഹാദൈനി, 2 ദിവസമായിട്ട് എന്തെങ്കിലും നമ്മളും ഒന്നും കഴിച്ചിട്ടില്ല. എൻ്റെ ഈ 2 മക്കൾക്കും എനിക്കുമുള്ള ഒരു അല്പം ഭക്ഷണമല്ലാതെ ഒന്നുമില്ല. ഇന്ന് 2 ദിവസമായിട്ട് എന്തെങ്കിലും ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ആ സമയത്ത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ ഫാത്തിമ, പ്രിയപ്പെട്ട ഫാത്തിമ, അലാ അലംതിനി, നിങ്ങൾ എന്തുകൊണ്ട് അറിയിച്ചില്ല? നിങ്ങൾ എന്തേ എന്നെ അറിയിക്കാതിരുന്നത്? ഹത്താ അബ്ഗീകും ഷൈഅൻ, എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ തേടിപ്പിടിക്കൂലേ, വല്ലതും കരുതൂലേ? ഖാലത്ത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോള് പറഞ്ഞു, ഇന്നി അസ്തഹയി മിനല്ലാഹി അൻ ഉകല്ലിഫക മാ ലാ തഖ്ദിറു അലൈഹി, എനിക്കറിയാം അങ്ങയുടെ അവസ്ഥ. മലയുടെ മുകളിൽ കയറി പുല്ലരിഞ്ഞു കൊണ്ടുവരുന്ന, എന്നിട്ടത് കച്ചവടം ചെയ്യുന്ന, ഈ ചെറിയ കുടിലിൽ താമസിക്കുന്ന അങ്ങയുടെ കയ്യിലില്ല എന്ന് എനിക്കറിയാം. ഒരു ഭർത്താവിനെ എങ്ങനെ ഭാര്യ സ്നേഹിക്കണമെന്ന് ഇതിൽ നിന്ന്, ഈ വാക്കുകളിൽ നിന്ന് നമുക്കറിയാം. ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പ്രിയപ്പെട്ട അലിയാർ റളിയല്ലാഹു തആല അൻഹയെ എങ്ങനെയായിരുന്നു കണ്ടിരുന്നുവെന്നും തിരിച്ചും എങ്ങനെയായിരുന്നു അവരുടെ സ്നേഹമെന്നതിൽ നിന്ന് മനസ്സിലാക്കുക. ഒരു ഭർത്താവും ഭാര്യയും എങ്ങനെ ജീവിക്കണം പറയുന്നത് കേൾക്കൂ. ഇന്നി അസ്തഹി മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന് ഞാൻ ലജ്ജിക്കുന്നു. അൻ ഉകല്ലിഫക, ഞാൻ നിങ്ങളെ കൽപ്പിക്കുന്നതിൽ നിന്ന്, കീർത്തിക്കുന്നതിൽ നിന്ന്, മാ ലാ തഖ്ദിറു അലൈഹി, നിങ്ങൾക്ക് കഴിയാത്തത്. നിങ്ങളുടെ കയ്യിൽ പണമില്ല എന്നെനിക്കറിയാം, നിങ്ങളുടെ കയ്യിൽ എനിക്ക് ഭക്ഷണം നൽകാൻ, ഞങ്ങൾക്ക് വേണ്ടത് നൽകാൻ ഈ സമയത്തില്ല എന്നെനിക്കറിയാം. പിന്നെ എങ്ങനെ ഞാൻ നിങ്ങളെ നിർബന്ധിക്കും? അതുകൊണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ലജ്ജിക്കുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് ഇഷ്ടപ്പെടാത്തതാണത്, അതുകൊണ്ട് ഞാനത് പറയില്ല. ഇത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു ഫഖറജ മിൻ ഇൻദിഹാ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ അടുത്ത് നിന്ന് അവിടെ ആ സമയം തന്നെ പുറപ്പെട്ടു. വാതിഖൻ ബില്ലാഹി, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ ബരമേൽപ്പിച്ചുകൊണ്ട്, വഹസനൽ ളന്നി ബിഹി, അള്ളാഹുവിൽ ഉള്ള വിചാരം നന്നാക്കി ബഹുമാനപ്പെട്ടവർ ആ സമയത്ത് തന്നെ പുറപ്പെട്ടു. വീട്ടിൽ നിന്നിറങ്ങി വഴിയിൽ വച്ച് വസ്തഖറദ ദീനാറൻ, ഒരാളോട് 1 ദീനാർ കടം വാങ്ങി. ബഹുമാനപ്പെട്ടവർ ആ ദീനാറുമായി എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ, ഫബൈനം അദ്ദീനാറു ബിയദിഹി അറായത അൻ യബ്തഅ ലഹും മാ യസ്ലുഹു ലഹും, വീട്ടിലുള്ളവർക്ക് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാക്കും ഹസനാർ തങ്ങൾക്കും ഹുസൈനാർ തങ്ങൾക്കും ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾക്കും അവർക്കൊക്കെ എന്തെങ്കിലും കഴിക്കാൻ ആവശ്യമുള്ളത് വാങ്ങിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ കയ്യിൽ കടമായിട്ട് വാങ്ങിയ ദീനാറുമായി പോകുന്നു. വഴിയിൽ വെച്ച് ഇത് അറദലഹുൽ മിഖ്ദാദു ഫീ യൗമിൻ ശദീദിൽ ഹർരി ഖദ് ലവഹതുഹു ശംസു മിൻ ഫൗഖിഹി വആദതുഹു മിൻ തഹ്തിഹി, വഴിയിൽ വെച്ച് ബഹുമാനപ്പെട്ട മിഖ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണുന്നു. നല്ല ചൂടുള്ള സമയം, പകൽ സമയത്ത്
ബഹുമാനപ്പെട്ടവർ പതച്ചു നിൽക്കുന്ന സൂര്യന്റെ ചുവടിൽ പ്രയാസപ്പെട്ടുകൊണ്ട് വെയിലത്ത് നിൽക്കുന്നത് കാണുന്നു. ഭൂമിയും തിളച്ച് നിൽക്കുന്ന സമയം, നല്ല അതിശക്തമായ ചൂടുള്ള സമയം. പകൽ സമയത്ത് തൻ്റെ വീട്ടിൻ്റെ പുറത്ത് മിഖ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിനെ വഴിവക്കത്ത് വെച്ച് കാണുന്നു, വഴിയിൽ വെച്ച്. ഫലമ്മാ റആഹു, മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അൻകറഹു, എന്തോ പന്തികേട് തോന്നി. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഖാല യാ മിഖ്ദാദു, മിഖ്ദാദേ, മാ അസ്അജക മിൻ റഹ്ലിക ഹാദിഹി സാഅ, ഈ നട്ടുച്ച സമയത്ത് നിങ്ങൾ ഈ പൊരിവെയിലത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്നിറങ്ങാൻ കാരണമെന്തേ? എന്ത് പ്രയാസമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ വീട്ടിൽ? ഈ സമയത്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിനിറങ്ങി നിൽക്കാനുള്ള കാരണം എന്താ? ഖാല, ബഹുമാനപ്പെട്ട മിഖ്ദാദ് റളിയല്ലാഹു തആല അൻഹു ആ പ്രയാസം അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയാതെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, യാ അബാ ഹസൻ, ബഹുമാനപ്പെട്ടവരെ സ്ഥാനപ്പേരായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിനെ സഹാബത്ത് വിളിച്ചിരുന്ന. ഖല്ലി സബീലി, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകൂ. വലാ തസ്അൽനി അമ്മാ വറായി, എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെയുള്ള പ്രയാസം എന്താണെന്ന് നിങ്ങൾ ചോദിക്കണ്ട. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യബ്ന അഖി, പ്രിയപ്പെട്ട സഹോദര, ഇന്നഹു ലാ യുഹില്ലു ലക അൻ തക്തുമനി ഹാലക, നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ ഒരിക്കലും മറച്ചു വെക്കരുത് എന്നിൽ നിന്ന്. നിങ്ങളുടെ പ്രയാസം എന്താണെന്ന് എന്നോട് പറയണം. ഈ പൊരിവെയിലത്ത് ഈ സമയത്ത് നിങ്ങൾ വീട്ടിൻ്റെ പുറത്ത് നിൽക്കാൻ കാരണം എന്തേ എന്ന് പറയണം. ഖാല, അങ്ങനെ പറഞ്ഞപ്പോൾ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമാ ഇത് അബൈത, നിങ്ങൾ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ, നിർബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ, ഫവല്ലദി അക്രമ സയ്യിദനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിന്നുബുവത്തി, അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നുബുവത്ത് കൊണ്ട് അലങ്കരിച്ച അനുഗ്രഹിച്ച അല്ലാഹു തന്നെയാണ് സത്യം. മാ സഅജനി മിൻ റഹലി ഇല്ലൽ ജുഹദു, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിറങ്ങാൻ കാരണം വീട്ടിലുള്ള പ്രയാസമാണ്. കാരണം എന്താ? വലഖദ് തറക്തു അഹ്ലി യബ്കൂന ജൂഅൻ, എൻ്റെ വീട്ടിലുള്ള എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും കുടുംബവും മൊത്തം അവര് വീട്ടിൽ വിശപ്പ് കൊണ്ട് ഭക്ഷണം കഴിക്കാനില്ലാതെ വിശപ്പ് കാരണം കരയുന്നത് കണ്ടപ്പോൾ ആ കരച്ചിൽ കാണാൻ കഴിയാതെ ഞാൻ ഇറങ്ങിയതാണ്, അങ്ങനെ വീട്ടിൽ നിന്നിറങ്ങിയതാണ്. ഫലമ്മാ സമിഅതു ബുകാ അൽ അയാലി, എൻ്റെ പൊന്നുമക്കളുടെ വിശപ്പ് കൊണ്ടുള്ള കരച്ചിൽ കേട്ടപ്പോൾ ലം തഹ്മിൽനിൽ അർളു, അവിടെ എനിക്ക് നിൽക്കാൻ സാധിച്ചില്ല. ഫഖറജ്തു മഗ്മൂമൻ റാകിബൻ റഅസി, ഗമ്മായി ദുഃഖത്തോടുകൂടെ പ്രയാസപ്പെട്ടുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് അലിയാരെ. ഫഹാദിഹി ഹാലി വഖിസ്സതി, ഇതാണ് എൻ്റെ അവസ്ഥ. ഇത് കേട്ടപ്പോൾ തൻ്റെ വീട്ടിൽ അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിൽ പ്രിയപ്പെട്ട ഹബീബിൻ്റെ മോള് 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഭക്ഷണമില്ല എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം അന്വേഷിച്ച് ഒരാളുടെ അടുത്തുനിന്ന് ഒരു സ്വർണ്ണ നാണയം 1 ദീനാറ് കടം വാങ്ങി അതുകൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് ഇറങ്ങി തിരിച്ച് പുറപ്പെട്ട ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു, കാരുണ്യത്തിന്റെ കേദാരമായ അലി റളിയല്ലാഹു അൻഹു, ഫഹമലത്ത് ഐന അലിയും ബിൽ ബുകാഇ, അലിയാർ തങ്ങളുടെ 2 കണ്ണുകളും കണ്ണീർ കണങ്ങൾ കൊണ്ട് നിറയാൻ തുടങ്ങി. അവിടെ നിന്ന് കരയാൻ തുടങ്ങിയത് കേട്ടപ്പോൾ ഹദീസിൽ പറയുന്നു, ഹത്താ ബല്ലത്ത് ദുമൂഉഹു ലിഹിയതഹു, അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുനീർ കണങ്ങൾ അദ്ദേഹത്തിന്റെ താടി രോമങ്ങളെ നനച്ചു കളഞ്ഞു. താടി രോമങ്ങളിലൂടെയും ആ കണ്ണുനീർ കണങ്ങൾ ഇങ്ങനെ ചാലിട്ടൊഴുകാൻ തുടങ്ങി. എന്നിട്ട് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖാല, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അഹ്ലിഫു ബില്ലദി ഹലഫ്ത മാ അസ്അജനി ഗൈറുല്ലദി അസ്അജക, അല്ലാഹു തന്നെയാണ് സത്യം, അല്ലാഹു തന്നെയാണ് സത്യം. നിങ്ങളെ എന്ത് പ്രയാസമാണോ നിങ്ങൾക്കുള്ളത് ആ പ്രയാസം തന്നെയാണ് എനിക്കുമുള്ളത്. വലഖദ് ഖതറൽതു ദീനാറൻ, പക്ഷേ 1 സ്വർണ്ണ നാണയം 1 ദീനാർ ഞാൻ കടം വാങ്ങിയിട്ടുണ്ട്. ഫഹാക, അത് നിങ്ങൾ പിടിക്കൂ. ആതർതുക ബിഹി അലാ നഫ്സി വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ എന്ന് പറഞ്ഞതുപോലെ, ആതർതുക ബിഹി അലാ നഫ്സി, ഇതെനിക്ക് വേണ്ട എൻ്റെ ശരീരത്തെക്കാളും ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്നിട്ട് ഫദഫഅലൈഹി ദീനാറ, ആ സ്വർണ്ണ നാണയം ദീനാർ മിഖ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിന് നൽകി. വറജഅ, എന്നിട്ട് പുറപ്പെട്ടു. ബഹുമാനപ്പെട്ടവർ ഇനി വീട്ടിലേക്ക് പോകാൻ വയ്യല്ലോ, കാരണം വീട്ടിലേക്ക് എന്തെങ്കിലും ഞാൻ വാങ്ങിക്കൊണ്ടുവരാം, എന്തെങ്കിലും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു. ഹത്താ ദഖല മസ്ജിദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ മസ്ജിദുൻ നബവിയിലേക്ക് പ്രവേശിച്ചു. മദീനത്ത് മസ്ജിദുൻ നബവിയിലേക്ക് ചെന്നു.
നട്ടുച്ച സമയമാണ്, ളുഹറിന്റെ സമയമാണ്. ഫസ്സല്ലാ ഫീഹി ളുഹർ, അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ളുഹർ നമസ്കരിച്ചു. വൽ അസ്ർ, അസ്റും നമസ്കരിച്ചു, അവിടെ തന്നെ ഇരുന്നു. വൽ മഗ്രിബ്, മഗ്രിബും നമസ്കരിച്ചു. വീട്ടിൽ നിന്ന് അതിരാവിലെ ഭക്ഷണമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാ എന്ന് പറഞ്ഞിറങ്ങിയതാണ്. കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ നാണയം മിഖ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിന് നൽകി. ഇനി വീട്ടിലേക്ക് പോകാൻ കഴിയൂല. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമെന്ന് കരുതി അലിയാർ തങ്ങൾ മസ്ജിദിലേക്ക് ചെന്ന് ളുഹറും കഴിഞ്ഞു, അസറും കഴിഞ്ഞു, മഗ്രിബയും കഴിഞ്ഞു. മഗ്രിബ് കഴിഞ്ഞപ്പോൾ ഫലമ്മാ ഖള നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴേക്ക് തീരുമാനമായിട്ടുണ്ട് അല്ലാഹുവിന്റെ. സ്വലാത്തൽ മഗ്രിബി, മഗ്രിബിന്റെ നമസ്കാരം കഴിഞ്ഞപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു ഒന്നാമത്തെ സഫിൽ തന്നെയുണ്ട്. മർറ ബി അലിയിൻ അലൈഹിസ്സലാം ഫി സഫിൽ അവ്വലി ഫഗമസഹു ബിരിജ്ലിഹി, അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തേക്ക് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മെല്ലെ നടന്നു ചെന്നു. ഫഗമസഹു ബിരിജ്ലിഹി, തന്റെ കാലിന്റെ വിരൽ കൊണ്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിലൊന്നിങ്ങനെ വിരൽ വെച്ചു, ഒരു സൂചന കൊടുക്കുക, എഴുന്നേൽക്കാൻ വേണ്ടി വിളിക്കുന്നു എന്നതിന്. ഫസാറ അലിയുൻ, അലി റളിയല്ലാഹു തആല അൻഹു പെട്ടെന്ന് എഴുന്നേറ്റു, ചാടി എഴുന്നേറ്റു. ഖൽഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ പിന്നിലായി. നബി തങ്ങൾ അങ്ങനെ വീട്ടിൽ മസ്ജിദുൻ നബവിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. വാതിലിന്റെ അവിടെ എത്തുമ്പോൾ ഹത്താ ലഹിഖഹു ഇൻദ ബാബിൽ മസ്ജിദി, മസ്ജിദുൻ നബവിയുടെ വാതിൽ ചെന്നപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ അവിടെ വെച്ച് കണ്ടു. ഫസല്ലമ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലുകൊണ്ട് വിളിച്ചതല്ലേ, തോണ്ടി വിളിച്ചതാ. ഫസല്ലമ അലൈഹി, റസൂലുള്ളാഹിനോട് സലാം ചൊല്ലി. അല്ലാഹുവിന്റെ ഹബീബ് ഫറദ്ദ സലാം, സലാം വീട്ടിയിട്ട് ചോദിച്ചു. ഫഖാല യാ അബൽ ഹസൻ, ബഹുമാനപ്പെട്ട അബുൽ ഹസൻ, ഹൽ ഇൻദക ഷൈഉൻ തുഅശീന, ഇന്ന് രാത്രി ഭക്ഷണം നൽകാൻ നിങ്ങളുടെ കൂടെ എന്തെങ്കിലും ഉണ്ടോ? രാത്രി നിങ്ങളുടെ അടുത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, എന്തെങ്കിലും ഉണ്ടോ? ഫഅംഫതില ഇല റഹലി, നിങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരാനാണ്, എന്തെങ്കിലും ഉണ്ടോ? ഫഅത്രഖ അലിയുൻ, അപ്പോൾ എപ്പോഴാണ് രാത്രി ഭക്ഷണം കഴിക്കാന്നതെന്ന് മനസ്സിലായല്ലോ, മഗ്രിബിന്റെ ശേഷമാണ് നല്ലത്. ഫഅത്രഖ അലിയുൻ, അലി റളിയല്ലാഹു തആല അൻഹു തല താഴ്ത്തി, ശിരസ് താഴ്ത്തി. ലാ യുഹീറു ജവാബൻ, എന്തെങ്കിലും മറുപടി പറയാൻ കഴിയാതെ ബഹുമാനപ്പെട്ടവർ തല താഴ്ത്തി. ഹയാഅൻ മിനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ലജ്ജിച്ചുകൊണ്ട്. വഖദ് അറഫൽ ഹാലല്ലതി ഖറജ അലൈഹ, അല്ലാഹുവിന്റെ ഹബീബിന് അറിഞ്ഞിരിക്കുന്നല്ലോ എന്തവസ്ഥയിലാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോന്നിട്ടുള്ളതെന്ന്. ഫലമ്മാ നളറ ഇലാ സുകൂനി അലിയിൻ, അലി റളിയല്ലാഹു തആല അൻഹു ഒന്നും പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ, അത് മനസ്സിലാക്കിയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, യാ അബൽ ഹസൻ മാലക അവല അൻക ഔ തഖൂലു നഅം ഫഅജിഅ മഅക, എന്താ, ഒന്നുകിൽ ഇല്ല എന്ന് പറയണം, അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയണം, എന്നാൽ നിങ്ങളുടെ കൂടെ വരാമല്ലോ, യെസ് ഓർ നോ. ഫഖാല ലഹു, ഇത് പറഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കാതെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹബ്ബൻ വ കറാമതൻ യാ റസൂലല്ലാഹ് ബലാ ഇദ്ഹബ് ബിനാ, ഹബീബെ സ്വാഗതം, വീട്ടിലേക്ക് പോകാം നമുക്ക്. വകാന അല്ലാഹു തആല ഖദ് ഔഹാ ഇലാ നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തഅശ ഇൻദഹും, അന്ന് രാത്രി ഭക്ഷണം കഴിക്കേണ്ടത് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെയാണ്, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ കൂടെയാണെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വഹയി നൽകിയിട്ടുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന. കാരണം സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഭക്ഷണം അവിടെ എത്തിയിട്ടുണ്ട്, അത് അല്ലാഹുവിന്റെ ഹബീബിന് അറിയാം. ഫഖാല അലിയുൻ, അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പോക നബിയെ, ബല പോക. ഫഅഖദ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി, അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചു. ഒരു മരുമകനോടുള്ള ബഹുമാനം അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. ഫന്തലഖ, രണ്ടുപേരും ആ കയ്യും പിടിച്ച് ഹത്താ ദഖല അലാ ഫാത്തിമത അലൈഹിസ്സലാം ഫി മുസല്ലല്ലഹ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ അടുത്തേക്ക് കയറി ചെന്നു. അവരവരുടെ മുസല്ലയിലാണ്, നമസ്കാരം കഴിഞ്ഞിരിക്കുകയാണ്. വഖദ് സ്വല്ലത്ത്, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് അവരിയ്ക്കുന്നു. വഖൽഫഹ ജഫനത്തുൻ തഫൂറു ദുഖാനൻ, ഇങ്ങനെ പുക വന്നുകൊണ്ടിരിക്കുന്ന ചൂടുള്ള ഭക്ഷണം കൊണ്ട് നല്ല സുഗന്ധമുള്ള ഒരു പാത്രം പിന്നിലുണ്ട്. ഫലമ്മാ സമിഅത്ത് കലാമൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരം വീട്ടിൽ നിന്ന് പുറത്ത് തന്നെ കേട്ടപ്പോൾ ഖറജത്ത് മിനൽ മുസല്ല, മുസല്ലയിൽ നിന്ന് നിസ്കരിക്കുന്നോടത്തുനിന്ന് ബഹുമാനപ്പെട്ടവർ ഇറങ്ങി വന്നു. ഫസല്ലമത്ത് അലൈഹി, അള്ളാഹിന്റെ ഹബീബിനോട് സലാം പറഞ്ഞു. വകാനത്ത് അഅസ്സൻ നാസി അലൈഹി, നമുക്കറിയാലോ അള്ളാഹുവിന്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണല്ലോ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫറദ്ദ സലാമ വമസഹ ബിയദിഹി അലാ റഅസിഹ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം അടക്കിയിട്ട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ശിരസിന്റെ മുകളിൽ ഇങ്ങനെ തടവി. സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ആ തടവൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടവിയിട്ട് വഖാല, എന്നിട്ട് ചോദിച്ചു, കൈഫ അംസൈതി റഹിമക്കില്ല, എങ്ങനെ നിങ്ങൾ അന്നത്തെ വൈകുന്നേരം പ്രഭാത സമയം എനിക്കറിയാം, അലിയാ റളിയല്ലാഹു അൻഹു ഇറങ്ങിയത് എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, എങ്ങനെ ഇന്നത്തെ വൈകുന്നേര സമയം ഭക്ഷണം കഴിച്ചോ വല്ലതും? പറഞ്ഞു, അശ്ശൈനാ ഗഫറല്ലാഹു ലക്കി, അശ്ശൈനാ ഗഫറല്ലാഹു ലക്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഹബീബെ, നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഫഅഖദത്തിൽ ജഫ്നത, എന്നിട്ട് ആ പാത്രം അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് ഇങ്ങോട്ട് എടുത്തു വെച്ചു. ചൂടുള്ള പാത്രം, അതിൽ ഭക്ഷണമുണ്ട്. ഫവളഅത്ഹാ ബൈന യദൈഹി, അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ആ പാത്രം വെച്ചു. ഫലമ്മാ നളറ അലിയുൻ ഇലൈഹി വശമ്മ റിഅഹു റമാ ഫാത്തിമത അലൈഹിസ്സലാം ബിബസരിഹി റംയൻ ഷഹീഹൻ, പാത്രം ഇങ്ങനെ വെച്ച് ആ പാത്രത്തിൽ നിന്ന് നല്ല സുഗന്ധം, ഭക്ഷണത്തിന്റെ വാസന ഇങ്ങനെ അനുഭവപ്പെട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ ഒരു ദേഷ്യം പിടിച്ചുകൊണ്ട് അലി റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നോക്കി ഒന്ന്. ഇത് കണ്ടപ്പോ ദേഷ്യം പിടിച്ച് അലി റളിയല്ലാഹു തആല അൻഹു നോക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞിരുന്നത്, 2 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, എനിക്കും കുട്ടികൾക്കുള്ള അല്പം ഭക്ഷണം മാത്രമേ ഇവിടെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചതാണല്ലോ. ഈ സമയത്ത് ഇത് നല്ല ഭക്ഷണം ഇവിടെ, അതുകൊണ്ടാണ് ഇങ്ങനെ ദേഷ്യം പിടിച്ചു നോക്കിയത്. ഫഖാലത്ത് ലഹു, അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, മാ അശഹ നളറക വശദ്ദഹു, എന്തൊരു കടുപ്പമുള്ള നോട്ടം, എന്താ അങ്ങനെ ദേഷ്യം പിടിക്കാൻ? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകും പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾക്കിടയിൽ. സുബ്ഹാനല്ലാഹ്, എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നത്? ഹല്ലദ്നബ്തു ഫീമാ ബൈനി വബൈനക ദംബൻ ഇസ്തൗജബ്തു ബിഹി സഖത, അങ്ങയെ ദേഷ്യം പഠിപ്പിക്കുന്ന എന്തെങ്കിലും നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് ഇതിനിടക്ക്? ഇല്ലല്ലോ, നമ്മൾ കണ്ടിട്ടെന്നല്ലല്ലോ, പിന്നെന്തിനാ നിങ്ങൾ ദേഷ്യം പിടിക്കുന്നത്? പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഅയ്യു ദംബിൻ അഅളമ മിൻ ദംബിൻ നസബ്തിഹി അൽയൗം, ഇന്ന് നിങ്ങൾ ചെയ്തതിനേക്കാളും വലിയ തെറ്റെന്താ? അലൈസ അഹ്ദി ബികി അൽയൗമ വഅൻതി തഹ്ലിഫീന ബില്ലാഹി മുജ്തഹിദതൻ മാ തഇംതി തആമൻ മുദി യൗമൈനി, 2 ദിവസമായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് അള്ളാഹുവിനെ സത്യം ചെയ്തിട്ട് പറഞ്ഞതല്ലേ നിങ്ങൾ? അങ്ങനെയല്ല രാവിലെ ഞാനും നിങ്ങളും അവസാനം കണ്ടത്. ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഫനളറത് ഇലസ്സമായി, ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇലാഹി യഅലമു ഫീ സമാഇഹി വയഅലമു ഫീ അർദിഹി അന്നീ ലം അഖുൽ ഇല്ലാ ഹഖൻ, ഞാൻ ഹഖല്ലാതെ പറഞ്ഞിട്ടില്ല എന്ന് അള്ളാഹുവിനറിയാം, ഭൂമിയും ഉള്ളതും ആകാശത്തുള്ളതും അറിയുന്ന എൻ്റെ റബ്ബിനറിയാം. എന്നിട്ട് പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു, ഫഅന്നാ ലക്കി ഹാദാ അല്ലദീ ലം അറ മിത്ലഹു ഖത്തു, ഇതുപോലുള്ളൊരു ഭക്ഷണം അങ്ങയുടെ കൂടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇത് നിങ്ങൾക്ക് എവിടെ നിന്നാ കിട്ടിയത്? വലം അശുമ്മ മിത്ല റായിഹത്തിഹി, ഇതുപോലത്തൊരു വാസന എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ലല്ലോ. വലം ആക്കുൽ അത്യബ മിൻഹു, ഇതിനേക്കാളും രസമുള്ളൊരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. ഫവളഅൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഫാത്തിമ ബീവി അലി റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നത്. നബി തങ്ങൾ നബിയുടെ പരിശുദ്ധമായ കരം അലി റളിയല്ലാഹു അൻഹുവിന്റെ അൽ കഫ്ഫുൽ മുബാറകത ബൈന കതിഫൈ അലിയിൻ, അലി റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിൽ ഇങ്ങനെ വെച്ചിട്ട് നബി തങ്ങൾ സുമ്മ ഹസ്സഹ, ഒന്നിങ്ങനെ ഇളക്കി. അലി റളിയല്ലാഹു അൻഹുവിനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ചുമലിൽ കൈ പിടിച്ചിട്ട് ഖാല, എന്നിട്ട് പറഞ്ഞു, യാ അലിയു, അലി, ഹാദാ തവാബുൽ ലിദീനാരിക, ഈ സംഭവം ഒന്നും റസൂലുള്ളാഹിനോട് പറഞ്ഞിട്ടില്ല, മുഅ്ജിസത്താണ്. ഹാദാ തവാബുൽ ലിദീനാരിക, ഇത് അങ്ങയുടെ ദീനാറിന്റെ കൂലിയാണ്. ഹാദാ ജസാഉ ദീനാരിക, ഇത് നിങ്ങളുടെ ദീനാറിന്റെ കൂലിയാണ്. ഹാദാ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ ഹിസാബില്ലാതെ നൽകുന്നവനാണ്.
ثم استعبر النبي صلى الله عليه وسلم باكيا പിന്നീട് സന്തോഷത്തിന്റെ കണ്ണുനീര് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകളിൽ നിന്ന് ഇറങ്ങി. അവിടുന്ന് സന്തോഷത്തോടുകൂടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അബാലകുമാ അൻ യുഖ്രിജകുമാ മിനദ് ദുനിയാ ഹത്താ യുജ്രിയക മിനൽ മജ്റല്ലദീ അജ്റാ സക്കരിയ വയുജ്രിയകി ഫീഹി യാ ഫാത്തിമ ബിൽ മിസാലില്ലദീ ജറത് ഫീഹി മറിയമു കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജഅദ ഇൻദഹാ റിസ്ഖാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് തന്നെയാണ് സർവസ്തുതിയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾ ദുനിയാവെന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ അലിയെ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ സ്ഥാനത്തും ഫാത്തിമ അങ്ങയെ ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സ്ഥാനത്തുമാക്കിയില്ലേ? മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ മസ്ജിദിൽ ഉണ്ടാകുന്ന സമയത്ത്, ആ മിഹ്റാബിൽ ഉണ്ടാകുമ്പോൾ അലി ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മറിയമു അന്നാ ലക്കി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് എന്ന് പറഞ്ഞതുപോലെ എൻ്റെ പൊന്നുമോളുടെയും ജീവിതത്തിൽ അതുപോലെയുള്ള പരിശുദ്ധമായ ആ കറാമത്ത് ഇവിടെ ഉണ്ടായില്ലേ എന്നതിൽ അല്ലാഹുവിന് സർവസ്തുതിയാണ്. നിങ്ങളെ മറിയം ബീവിയുടെ സ്ഥാനത്തും സ്വർഗത്തിലെ ഭക്ഷണം നിങ്ങൾക്ക് നൽകിയതിൽ അല്ലാഹുവിന് ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട അലി നിങ്ങളെ സക്കരിയ നബിയുടെ സ്ഥാനത്താക്കിയതിൽ ഞാൻ സ്തുതിക്കുന്നു. അതുപോലുള്ള മഹത്വം അങ്ങേക്ക് നൽകിയത് ആ നബി അലൈഹിസ്സലാമിനുണ്ടായതുപോലുള്ള മുഅ്ജിസത്ത് അങ്ങേക്ക് കറാമത്തായി. മറിയം ബീവിക്കുണ്ടായ കറാമത്ത് ഫാത്തിമ അങ്ങേക്ക് കറാമത്തായി വന്നു. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. അള്ളാഹുവിന് സർവസ്തുതിയും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഫാത്തിമ ബീവിയുടെ ജീവിതത്തിൽ രണ്ടാമത്തെ ഏടാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ ജീവിതത്തിലെ അലി റളിയല്ലാഹു തആല അൻഹുമായി മദീനത്ത് വെച്ച് ബദറിൻ്റെ ശേഷം കല്യാണം നടന്നു. അവരുടെ കുടുംബജീവിതത്തിൽ വഫാത്തിനിടക്കുണ്ടായ 3 സംഭവങ്ങളാണ് ഇന്ന് വിശദീകരിക്കുന്നത്. 3 ഹദീസുകളാണ്. ഒന്നാമത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് സ്വഹാബി വര്യനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ പറയാം, ഖറജതു യൗമൻ ഫഇദാ അന ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമുൻ. ഒരിക്കൽ ഞാൻ വീട്ടിൽ നിന്നിറങ്ങി ചെന്ന് നോക്കുമ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുന്ന് എവിടേക്കോ ഇറങ്ങി തിരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഫഖാല ലി, എന്നെ കണ്ട സമയത്ത് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, യാ ഇമ്രാനു, ഇമ്രാനെ, ഫാത്തിമത്തു മരീളത്തുൻ, എൻ്റെ മോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ രോഗിയാണ്, അവർക്ക് രോഗമുണ്ട്. ഫഹല്ലക അൻ തഊദഹ, നമുക്കവരെ കാണാനൊന്നു പോകണ്ടേ, രോഗസന്ദർശനം നടത്തേണ്ടേ? അലി റളിയല്ലാഹു തആല അൻഹുവുമായുള്ള കല്യാണം കഴിഞ്ഞതിന് ശേഷം അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം കിട്ടി അവിടത്തേക്ക് രോഗമാണെന്ന്. സാധാരണ കാണാൻ പോകും, നമസ്കാരം കഴിഞ്ഞാലും യാത്ര കഴിഞ്ഞാലൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ കാണാൻ വേണ്ടി ഇറങ്ങിയ സമയത്താണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ കാണുന്നത്. ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, നമുക്ക് പോകല്ലേ? ഖാല, ബഹുമാനപ്പെട്ട ഇമ്രാൻ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖുൽതു, ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഫിദാക അബീ വ ഉമ്മി, എൻ്റെ ഉമ്മയും ഉപ്പയും അങ്ങേക്ക് ദണ്ഡമാണ് റസൂലേ, ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്നു എല്ലാം. വ അയ്യു ശറഫിൻ അഷ്റഫു മിൻ ഹാദാ, അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ അവരുടെ രോഗസന്ദർശനം നടത്തുക എന്നതിനേക്കാളും വലിയ ശ്രേഷ്ഠമായൊരു ഷറഫ്, ഉന്നതമായൊരു ശ്രേഷ്ഠത ഈ സമയത്ത് ഏതാണുള്ളത്? ഇതിനേക്കാൾ വലിയൊരു ശ്രേഷ്ഠത എന്താ?
അതും അങ്ങയോടൊപ്പം അങ്ങയുടെ പൊന്നുമോളെ കാണാൻ വേണ്ടി രോഗസന്ദർശനം നടത്താൻ വേണ്ടി പോരാ. കാല ബഹുമാനപ്പെട്ടവരെ പറയാ ഫന്തലഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി തിരിച്ചു, കൂടെ ഞാനുമുണ്ട്. ഫന്തലഖ്തു മഅഹു, അങ്ങയോടൊപ്പം ഹബീബിനോടൊപ്പം അവിടത്തോടൊപ്പം ഞാനുമുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം. ഹത്താ അത്തൽ ബാബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടുമുറ്റത്തേക്കെത്തി, വാതിൽക്കലെത്തി. സാധാരണ പതിവ് പ്രകാരം ഹബീബായ തങ്ങൾ സലാം പറയുന്നത് പോലെ ഫഖാല, ഹബീബായ തങ്ങൾ അവിടെ വെച്ച് പറഞ്ഞു, വാതിൽക്കൽ വെച്ച് കവാടത്തിൽ, വീട്ടുമുറ്റത്ത് കവാടത്തിൽ വെച്ച് വാതിൽക്കൽ വെച്ച് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അസ്സലാമു അലൈക്കി, പൊന്നുമോളെ അങ്ങേക്ക് സലാം. അദ്ഖുൽ, ഞാൻ അങ്ങോട്ട് പ്രവേശിക്കട്ടെ, വരട്ടെ. വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഉപ്പയാണ് വരുന്നതെങ്കിലും മക്കളാണ് വരുന്നതെങ്കിലും ആരാണ് വരുന്നതെങ്കിലും അനുമതി ചോദിച്ചു വരുന്നത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ്. കാലത്ത് അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോള സമയത്ത് പറഞ്ഞു, വഅലൈക്കുമുസ്സലാം, അള്ളാഹുവിന്റെ ഹബീബ് അങ്ങേക്ക് സലാമുണ്ട്. ഉദ്ഖുൽ, അവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് വരൂ, പ്രവേശിക്കൂ റസൂലേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വീട്ടിലേക്ക് കയറാനുള്ള അനുമതി ലഭിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ചോദിച്ചു, കാരണം ഇമ്രാൻ റളിയല്ലാഹു അൻഹുവും കൂടെയുണ്ട്. അന വമൻ മഈ, ഞാനും എൻ്റെ കൂടെയുള്ളവരും വരട്ടെ, ഞാനും എൻ്റെ കൂടെയുള്ളവരും വരട്ടെ. ഇത് കേട്ടപ്പോ, കൂടെ ഒരാളും കൂടെ ഉണ്ട് എന്ന് കേട്ടപ്പോ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, അന്യപുരുഷന്മാര് കാണാത്ത വഫാത്താകുന്ന സമയത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിനോട് വസിയ്യത്ത് പറഞ്ഞ, എൻ്റെ ജനാസ കൊണ്ടുപോകുമ്പോ ജനാസയുടെ മുകളിൽ എന്തെങ്കിലും മറയായി ഇടണമെന്ന് വസിയ്യത്ത് പറഞ്ഞ പൊന്ന് ഹബീബിന്റെ മോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, ഹബീബിന്റെ കൂടെ മറ്റൊരാളുമുണ്ടെന്ന് കേട്ടപ്പോ ആ മഹദി എവിടെന്ന് പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ്, അല്ലാഹു തന്നെയാണ് സത്യം, അങ്ങയെ ഹക്ക് കൊണ്ട് അയച്ച അല്ലാഹു തന്നെയാണ് സത്യം. മാ അലയ്യ ഇല്ലാ ഹാദിഹിൽ അബാഅ, ഈ ഒരു ഉതപ്പല്ലാതെ, ഒരു വിരിപ്പല്ലാതെ, ഒരു തുണിയല്ലാതെ എൻ്റെ മേലില്ല ഹബീബേ, ഞാൻ തല വേണ്ടതുപോലെ മറച്ചിട്ടില്ല, അതിനുള്ള വസ്ത്രവും എൻ്റെ കൂടെയില്ല ഹബീബേ എന്ന് പറഞ്ഞപ്പോ ഖാല, ഇമ്രാൻ റളിയല്ലാഹു അൻഹു പറയാണ്, വമഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെയുണ്ട് മുലാഅത്തുൻ ഖലിഖത്തുൻ, നുരുമ്പി കേടായ ഒരു വസ്ത്രമുണ്ട്, ഒരു തുണിക്കഷ്ണമുണ്ട്. ഫറമാ ബിഹാ ഇലൈഹ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാതിലിന്റെ മറയുടെ ഉള്ളിലൂടെ കയ്യിലുള്ള ആ മുണ്ട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാക്ക്, കട്ടിലിൽ കിടക്കുന്ന ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാക്ക് എറിഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഫഖാല, എന്നിട്ട് പറഞ്ഞു, ശുദ്ധീ ബിഹാ അലാ റഅ്സികി, പൊന്നുമോളെ ഫാത്തിമ, അങ്ങയുടെ തലയിൽ ഇത് കെട്ടുക, മറയായി കെട്ടുക. നമ്മൾ ശ്രദ്ധിക്കണം, എങ്ങനെയായിരിക്കണം നമ്മൾ നമ്മളുടെ മക്കളെയും പെൺമക്കളെയും വളർത്തേണ്ടതെന്ന് ഇതിൽ നിന്ന് നമുക്ക് പാഠമുണ്ട്. എങ്ങനെയാണ് അന്യപുരുഷന്റെ മുമ്പിൽ നമ്മൾ ജീവിക്കേണ്ടതെന്ന്, നിൽക്കേണ്ടതെന്ന് ഇതിൽ നിന്ന് പാഠമുണ്ട്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന കേൾക്കുന്ന സ്ത്രീകൾക്ക് അതിൽ നിന്ന് പാഠമുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് എറിഞ്ഞു കൊടുത്തപ്പോൾ ഫഫഅലത്ത്, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അത് കയ്യിൽ പിടിച്ച് തലയിൽ കെട്ടി, മുഖം മറച്ചിരുന്നു, തലമറച്ചിരുന്നു, അവിടെ കടന്നു. സുമ്മ ഖാലത്ത്, എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പൊന്നുമോളെ പറഞ്ഞു, ഉദ്ഖുൽ, ഹബീബേ പ്രവേശിക്കൂ. ഫദഖല, അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിലേക്ക് കയറി. വദഖൽതു മഅഹു, ഞാനും വീട്ടിലേക്ക് കയറി ഹബീബിന്റെ കൂടെ. ഫഖഅദ ഇൻദ റഅ്സിഹാ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന കട്ടിലിൽ കിടക്കുന്ന ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ, രോഗബാധിതയാണ്, അവിടുന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ക്ഷീണിച്ചവശയാണ്. അവരുടെ അടുത്ത് തലയുടെ ഭാഗത്തിരുന്നു. വഖഅത്തു ഖരീബൻ മിൻഹു, ഹബീബിന്റെ അടുത്ത് തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുറത്ത് ഞാനും നബിയോടടുത്ത് അവിടെ ഇരുന്നു. ഫഖാല, എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊന്നുമോളോട് ചോദിക്കാൻ തുടങ്ങി,
സാധാരണ വിളിക്കുന്നത് പോലെ ഐ ബുനയ്യ, കുഞ്ഞിമോളെ, പൊന്നുമോളെ, കൈഫ തജിദുക്കി, എന്താണ് അനുഭവിക്കുന്നത്, എന്താണ് അനുഭവപ്പെടുന്നത്, എന്താണ് നിങ്ങൾക്കുള്ളത്, എന്ത് വേദനയാണ്, എന്ത് പ്രയാസമാണെന്ന് ചോദിക്കുന്നു. കാലത്ത്, ആ സമയത്ത് പറഞ്ഞു, വല്ലാഹി യാ റസൂൽ അല്ലാഹ്, അല്ലാഹു തന്നെയാണ് റസൂലേ, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നി ലവജിഅത്തുൻ, എനിക്ക് വല്ലാത്ത വേദനയുണ്ട്, എനിക്ക് വേദനയുണ്ട്, പ്രയാസമുണ്ട്. വ ഇന്നി ലയസീദുനി വജഅൻ, ഈ വേദനയോടുകൂടെ എനിക്ക് വേദന കൂടുന്നു, പ്രയാസം കൂടുന്നു റസൂലേ, ബുദ്ധിമുട്ട് വർദ്ധിക്കുന്നു ഹബീബേ. ഇലാ വജഇ ലയസീദുനി വജഅൻ ഇലാ വജഇ, എൻ്റെ വേദനയോടൊപ്പം വീണ്ടും വേദന കൂടുകയാണ് ഹബീബേ. എന്താ കാരണം? അല്ലൈസ ഇൻദീ മാ ആകുലു, എൻ്റെ കൂടെ കഴിക്കാൻ ഭക്ഷണമില്ല. ആരാ പറയുന്നത്? അർശിന്റെ മുകളിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലിമയോടൊപ്പം പേരെഴുതി വെക്കപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധരായ പൊന്നുമോള്, ലോകാലോകങ്ങൾ പടക്കാൻ കാരണക്കാരായ എല്ലാ നൂറിൻ്റെയും നൂറായ പൊന്നു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പിരിശപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട, ലോകത്തെ സ്ത്രീകളിലെ ഏറ്റവും ഉന്നതരായ 4 സ്ത്രീകളിൽ ഒരുവരായ ഹബീബായ പൊന്നുമോളുടെ അവസ്ഥയാണ് അവിടെ നിന്ന് പറയുന്നു. വ ഇന്നി ലയസീദുനി വജഅൻ ഇലാ വജഇ അലൈസ ഇൻദീ മാ ആകുലു, എനിക്ക് വേദനയോടൊപ്പം വേദന വർദ്ധിക്കുന്നു പൊന്നു ഹബീബേ, കാരണം എനിക്ക് ഭക്ഷണം കഴിക്കാനില്ല. ഖാല, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫബക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് കഴിക്കാനില്ലാത്തത് കൊണ്ട്, ഭക്ഷണം കഴിക്കാനില്ലാത്തത് കൊണ്ട് വേദന വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയാൻ തുടങ്ങി. വബക്കത്ത്, പൊന്നുമോള് ഹബീബിന്റെ കരച്ചിൽ കണ്ടപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബിന്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും കരയാൻ തുടങ്ങി. വബക്കൈതു മഅഹുമാ, അവരോടൊപ്പം ഞാനും കരയാൻ തുടങ്ങി. ഹബീബല്ലേ കരയുന്നത്, ഹബീബിന്റെ പൊന്നുമോളല്ലേ കരയുന്നത്. ഫഖാല ലഹ, ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പൊന്നുമോളോട് അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, ഐ ബുനയ്യ, പൊന്നുമോളെ, ഇസ്ബിരി, നിങ്ങൾ ക്ഷമിക്കണം. മറത്തൈനി ഔ സലാത്തൻ, 3ഓ 2ഓ പ്രാവശ്യം അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ക്ഷമിക്ക്. സുമ്മ ഖാല ലഹ, പിന്നീട് പറഞ്ഞു, ആ പ്രയാസത്തിന്റെ സമയത്ത്, ബുദ്ധിമുട്ടിന്റെ സമയത്ത് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, യാ ബുനയ്യ, പൊന്നുമോളെ, അമാ തർളൈന അൻ തകൂനി സയ്യിദത നിസാഇൽ ആലമീൻ, ലോകത്തുള്ള സ്ത്രീകളുടെ എല്ലാവരുടെയും തരുണി രത്നങ്ങളുടെ നേതൃസ്ഥാനത്ത് അങ്ങ് വരണമെന്ന്, അങ്ങാണ് സയ്യിദത്ത് ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഈ പ്രയാസങ്ങൾക്കൊക്കെ പുറം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും വലിയ സ്ഥാനം അങ്ങേക്ക് നൽകിയിരിക്കുന്നു. ലോകത്താർക്ക് എന്ത് ഗുണങ്ങളുണ്ടെങ്കിലും, എന്ത് സ്ഥാനങ്ങൾ ഉണ്ടെങ്കിലും, ആ സ്ഥാനങ്ങൾക്കൊക്കെ മേലെ അങ്ങാണ്. ലോകത്തുള്ള സ്ത്രീകളുടെ സയ്യിദത്തായി അങ്ങ് മാറാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ലേ, അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല പൊന്നുമോളെ? അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പൊന്നുമോളെ, നിങ്ങൾ എന്ത് പ്രയാസം സഹിച്ചാലും, ഈ പ്രയാസമുള്ള സമയത്ത് രോഗബാധിതയായി കിടക്കുമ്പോൾ, ഭക്ഷണം കഴിക്കാനില്ലാതെ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും, അതിനൊക്കെ പുറത്ത് നിങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിൻ്റെ ക്ഷമയുടെ ഫലമായിട്ട് ഒരുപാട് സ്ഥാനങ്ങൾ നൽകാനിരിക്കുന്നു. നാളെ മഹ്ശറയിൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് മഹ്ശറയിൽ ഒരുമിച്ച് കൂടിയ ആളുകളോട് മൊത്തം അങ്ങയുടെ മുമ്പിൽ തല താഴ്ത്താനും, അങ്ങയെ കാണാതെ വെഞ്ചാമരം വീശി 70,000-ഓളം മലക്കുകളുടെ ഖിദ്മത്തിലായി അവർ മറയാക്കി നിർത്തിയാണ് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. വലിയ സ്ഥാനമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുത്ത് നിങ്ങൾക്കുള്ളത്. വലിയ സ്ഥാനം അലങ്കരിക്കേണ്ടവളാണ് നിങ്ങൾ. അതുകൊണ്ട് മോള് നിങ്ങൾ ക്ഷമിക്കുക. കാലത്ത്, എന്നിട്ട് ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബിന്റെ പൊന്നുമോള് പറഞ്ഞു, യാ ലൈതഹാ മാതത്ത്, ഞാൻ ഈ സമയത്ത്, പ്രയാസത്തിന്റെ സമയത്ത് മരണപ്പെട്ടു പോയെങ്കിലെന്ന് ആഗ്രഹിച്ചു. അള്ളാഹുവിൻ്റെ ഹബീബിന്റെ പൊന്നുമോള് പറഞ്ഞു. അതിനുശേഷം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോള് ചോദിച്ചു, അങ്ങേക്കാണ് ലോകത്തുള്ള സ്ത്രീകളുടെ ഉന്നതമായ സ്ഥാനം എന്ന് പറഞ്ഞപ്പോൾ, ഫൈന മറിയം ഇബ്നത്ത് ഇമ്രാൻ ബിൻതു ഇമ്രാൻ, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സ്ഥാനം എങ്ങനെയാണ് ഹബീബേ? ഖാല ലഹ, ആ സമയത്ത് അല്ലാഹുവിൻ്റെ ഹബീബ് പൊന്നുമോളോട് പറയുന്നു, ഐ ബുനയ്യ, പൊന്നുമോളെ, തിൽക സയ്യിദത്തു നിസാഇ ആലമിഹാ,
വഅൻതി സയ്യിദത്തു നിസാഇ ആലമികി. മറ്റു സ്ത്രീകൾ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാക്ക് അവരുടെ സ്ത്രീ ലോകത്തുള്ള നേതൃസ്ഥാനമാണ് അവർക്കുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീ ലോകത്തുള്ള നേതൃസ്ഥാനവും സയ്യിദത്തുമാണ് നിങ്ങൾ. രണ്ടും രണ്ടാണ്. എന്നിട്ട് പറയുന്നു വല്ലദീ ബഅതനീ ബിൽ ഹഖ്, എന്നെ ഹഖ് കൊണ്ടയച്ച അല്ലാഹു തന്നെയാണ് സത്യം, റബ്ബുൽ ഇസ്സത്ത് തന്നെയാണ് സത്യം. ലഖദ് സവ്വജ്തുകി, ഞാൻ നിങ്ങളെ ഇണയാക്കി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, ഞാൻ അങ്ങേ കല്യാണം കഴിച്ചു നൽകിയിരിക്കുന്നു. സയ്യിദം ഫിദ് ദുനിയാ വ സയ്യിദം ഫിൽ ആഖിറ, ദുനിയാവിലും സയ്യിദായ ആഖിറത്തിലും സയ്യിദായ അലി റളിയല്ലാഹു തആല അൻഹുവെയാണ് അങ്ങേക്ക് ഇണയായി ഞാൻ നൽകിയിരിക്കുന്നത്. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ലാ യുബ്ഗിദുഹു ഇല്ലാ കുല്ലു മുനാഫിഖിൻ, മുനാഫിഖല്ലാതെ അലിയാർ റളിയല്ലാഹു അൻഹുവിനെ വെറുക്കുകയില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ പൊന്നുമോളെയും അവിടുത്തെ മക്കളെയും അവിടുത്തെ പേരമക്കളെയും കുടുംബത്തെയും സ്നേഹിക്കുന്ന, അവരെ വെറുക്കാതെ ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.